ഹലോ, ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു വീഡിയോ ആയിട്ട് വരാൻ കാരണം പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്ന് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അവിടെ നമുക്ക് ഭാനുവിന് ഇന്നൊരു ചെക്കപ്പ് ഉണ്ട്, ഒരു സ്കാനിങ് പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, ഇന്ന് നമുക്ക് ചിലപ്പോൾ ഡെലിവറി ഡേറ്റ് വരികയായിരിക്കും. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒന്ന് പോവുകയാണ്. അപ്പോൾ എന്തായാലും പോവല്ലേ, ഇത് നമുക്കൊരു വ്ളോഗ് ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ സമയം ഏകദേശം 7:30 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് ഞാനിപ്പോൾ. നേരെ നമ്മൾ ഭാനുവിൻ്റെ വീട്ടിലേക്ക് പോയി അവളെ പിക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹലോ, അപ്പോൾ ഞാൻ നേരെ ഭാനുവിൻ്റെ വീട്ടിൽ പോയി ഭാനുവിനെ പിക്ക് ചെയ്ത് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഹോസ്പിറ്റലിലേക്ക്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ മേപ്പാടി എത്താനായി. നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. ഈ ഹോസ്പിറ്റലിൽ പോവാന്ന് പറഞ്ഞത് ഒരു ടെൻഷൻ പിടിച്ച കാര്യമാണ്. അവിടെ പോയാലറിയാം എത്ര നമ്പറാണ് കിട്ടുക, എത്ര നേരം വെയിറ്റ് ചെയ്യണം എന്നൊക്കെ. ഒരു സ്കാനിങ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എപ്പോഴാണ് വരിക, തിരിച്ചു വരാൻ പറ്റുമെന്നൊന്നും അറിയില്ല. നമുക്ക് നോക്കാം. അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. പ്രേക്ഷകരെ, നിങ്ങളിത് കാണുക. അത് നമ്മൾ വിംസ് ഹോസ്പിറ്റലിൻ്റെ വഴിയിലേക്ക് കടന്നിരിക്കുക കേട്ടോ. ആസ്റ്റർ വിംസ് വയനാട് മെഡിക്കൽ കോളേജാണ് കേട്ടോ. വയനാട്ടിൻ്റെ ഒരേ ഒരു മെഡിക്കൽ കോളേജ്. വിംസിലേക്കുള്ള വഴിയായിരുന്നു. ഒരു മെഡിക്കൽ കോളേജിലേക്കുള്ള വഴിയാണിത്. പക്ഷേ ഇത് മതിയോ? ഒരു മെഡിക്കൽ കോളേജിലേക്കുള്ള വഴി ഇങ്ങനെ മതിയോ എന്നാണ് എൻ്റെ ചോദ്യം. സത്യം. കാരണം കുഴപ്പമൊന്നുമില്ല, ഇന്റർലോക്കൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലൊരു സുഖം പോരാ. ഭയങ്കര കട്ടറാണ്, പെട്ടെന്ന് കുലുങ്ങ. ഈ റോഡൊക്കെ ഒന്ന് റെഡിയാക്കിയാൽ കുറച്ചും കൂടെ ഒന്ന് ഉഷാറാവും. വിംസ് ആശുപത്രി എന്നാ ലുക്കാറിയോ കാണാൻ. ഇവിടെ വന്നിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും. കാരണം ഒരു എന്താ പറയുക, ചായത്തോട്ടം ഫുള്ള് 4 ഭാഗത്തും ചായത്തോട്ടം. അതിൻ്റെ നടുക്കൊരു ചെരുവിലായിട്ട് ഈ ഹോസ്പിറ്റലുള്ളത്. ഡോക്ടർ മൂപ്പൻസ് അക്കാഡമി. കൊറോണയ്ക്ക് ശേഷമാട്ടോ ഇവിടെ ഈ ബസ് സർവീസൊക്കെ തുടങ്ങിയത്. അല്ല വെച്ചാൽ കൊറോണ സമയത്ത് ഇങ്ങോട്ട് ബസ്സൊന്നും ഇല്ലായിരുന്നു, അങ്ങോട്ടും ഇല്ലായിരുന്നു, അതേപോലെ ഇവിടുത്തെ ഇല്ലായിരുന്നു. ഞങ്ങള് താഴേക്ക് പോവാണ് പാർക്ക് ചെയ്യാന്. ഞങ്ങളെ ഫേവറേറ്റ് പാർക്കിംഗ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ അത് താഴെയാണ്. ഇവിടെ ആസ്റ്റർ വിംസും ഉണ്ട്, അല്ലാണ്ട് DM വിംസും ഉണ്ട്. നമ്മൾ കാണിക്കുന്നത് DM വിംസിലാണ്. ആസ്റ്റർ വിംസ് എന്ന് പറഞ്ഞാൽ പൈസക്കാരെ വിംസ്, DM വിംസ് തന്നെ പാവപ്പെട്ട വിംസ്. ഇതൊക്കെ പറഞ്ഞാല് ഇവിടുത്തെ കോളേജുകളാണ്. ഇവിടെ നഴ്സിംഗ് പഠിപ്പിക്കുന്നുണ്ട്, ഫാർമസി പഠിപ്പിക്കുന്നുണ്ട്, കുറേ ഡിപ്പാർട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഹോസ്റ്റലും അങ്ങനെയൊക്കെ ഉണ്ട്. എന്തായാലും ഇങ്ങനെ ഒരു മെഡിക്കൽ കോളേജ് നമുക്ക് ശരിക്കും യൂസ്ഫുൾ ആയി. എന്തായാലും ഈ ഒരു പ്രസവ സമയത്ത് ഇവിടേക്ക് ഇത്ര അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് വരാൻ പറ്റിയത് ഭാഗ്യമായി. ഇതാണ് ആസ്റ്റർ വിംസിൻ്റെ ഫ്രണ്ട്.
ഹായ് മാസ്ക്. അപ്പോൾ ഞങ്ങൾ ഡോക്ടറെ കണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഡോക്ടർ അടുത്ത 15-ാം തീയതി വരാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുവരെ സമയമുണ്ട്. അപ്പം ഇനിയിപ്പോൾ അതിന് മുമ്പ് എന്തെങ്കിലും എന്താ പറഞ്ഞത്, അതിന് മുന്നേ എന്തെങ്കിലും വേദനയൊക്കെ ഉണ്ടെങ്കിൽ വരാൻ പറഞ്ഞിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ലെങ്കിൽ 13-ാം തീയതി വന്നു. ശരി. സ്കാനിങ്ങിലൊന്നും കുഴപ്പമില്ല. രണ്ടുപേരും ഉഷാർ. ഒരാൾ കുറച്ച് വെയിറ്റ് കുറവുണ്ട്. അത് വലിയ കുഴപ്പമില്ലാന്ന് പറഞ്ഞു. പിന്നെ ഇപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ചെറിയൊരു പരിപാടിയും കൂടെ ഉണ്ട്. അതെന്താന്ന് ഞങ്ങൾ കാണിച്ചു തരാം. ഓക്കെ. ഹലോ ഗായ്സ്, അപ്പം ഞങ്ങളിതാ തിരിച്ചു പോവുകയാണ് വീട്ടിലോട്ട്. അപ്പം ഇതിൻ്റെ ഇടയിൽ ഒരു ചെറിയ പരിപാടി ഉണ്ട് പറഞ്ഞില്ല, അത് എത്താനായിട്ടില്ല. മേപ്പാടി ടൗണിൻ്റെ അടുത്തെത്തണം. സ്ഥിരമായിട്ടുള്ള പരിപാടിയാണ്. ഇവിടെ ചെക്കപ്പിന് വന്നാൽ, വിംസിലേക്ക് ചെക്കപ്പിന് വന്നാൽ ഞങ്ങൾക്ക് ആ ഒരു പരിപാടി ചെയ്യാണ്ട് ഇവിടുന്ന് പോകാൻ പറ്റൂല. കുറഞ്ഞ ചിലവിൽ നല്ല അടിപൊളി ബിരിയാണി തിന്നാൻ പറ്റിയൊരു സ്ഥലമുണ്ട് ഇവിടെ. ഈ കുടുംബശ്രീക്കാരൊക്കെ നടത്തുന്ന ഒരു ഹോട്ടലുണ്ട് ഇവിടെ, വനിതാ മെസ്സ്. അപ്പം ഞങ്ങൾ ഇവിടെ ഈ ഒരു ഹോസ്പിറ്റലിൽ കാണിക്കാൻ വരുന്ന എന്നും ഞങ്ങൾ ആ ഒരു ഹോട്ടലിൽ നിന്ന് ബിരിയാണി കഴിച്ചിട്ടേ പോകും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് കിട്ടിയില്ല കേട്ടോ, ലേറ്റായിപ്പോയി ഞങ്ങൾ എത്തിയപ്പോൾ. ഇതാണ് അപ്പോൾ സ്ഥലം, പാർക്ക് ഞങ്ങളിതാ അവിടെ എത്തിയിട്ടുണ്ട്. താഴെയരപ്പറ്റയാണ്. ഫാസിൽക്ക പോകാനുള്ള പരിപാടിയിലാണ്. ഇപ്പം മാസ്ക് ഒക്കെ ഇട്ടിട്ട് പോവാം. രണ്ടെണ്ണം, 2 ചിക്കൻ, ബീഫ് വേണ്ട. ഞങ്ങൾ ചിക്കൻ ബിരിയാണി ഫാൻസാ. സംഭവം കൈ കിട്ടിയിട്ടുണ്ട്. 2 പ്ലേറ്റും വാങ്ങിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതിലിട്ടിട്ട് കഴിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഫാസിൽക്ക് ഒരു സ്പെഷ്യൽ മുട്ട വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ബിരിയാണി വാങ്ങിയ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്ത് പോയിരുന്ന് ബിരിയാണി കഴിക്കാനുള്ള പരിപാടി ഇതാണ് കേട്ടോ. ആ സ്ഥലത്ത് എത്തിയിട്ട് കാണാൻ. ഇനി ഉള്ള സ്ഥലം സൂപ്പർ സ്ഥലമാണ്. അയ്യോ, നോക്കി ഇറങ്ങണേ ചേച്ചി. ആക്രാന്തം കൊണ്ട് വണ്ടി തിരിച്ച് വിംസ് തന്നെ വിടേണ്ടി വരും. ഇതേതാ വീട്ടിലുള്ള വയ്യ? അല്ല, ആണോ? അതിലാണ് പട്ടി ഓടിപ്പിച്ച കടി ഉള്ളല്ലാണ്ട് വേറെ രക്ഷല്ല. ബിരിയാണി കൊടുത്താൽ മതി. വൈകുന്നേരം ഒന്ന് വന്നാൽ ഇവിടെ ഈ പരിപാടി നടക്കൂല. ഈ ഭാഗത്തുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇവിടെ സ്ഥിരമായിട്ട് കളിക്കാൻ വരുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നല്ല ഇരിക്കാനുള്ള ബെഞ്ച്. ബിരിയാണി ഞങ്ങളിത് മുമ്പ് കഴിച്ചിട്ടുള്ള ബിരിയാണിയാണ്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഇത് കഴിക്കാണ്ട് തന്നെ അറിയാം. എന്ന് വെച്ചാൽ ഇതൊരു വനിതാ മെസ്സിൽ ഉണ്ടാക്കിയ ബിരിയാണിയാണ്. എന്താണ്, എന്ത് വനിതാ മെസ്സാ? വനിതാ മെസ്സ് അല്ലേ? വനിതാ മെസ്സ് മാത്രമേ ഉള്ളൂ. താഴെയരപ്പറ്റ. ഈ അതേപോലെ പ്രത്യേകിച്ച് ഈ വനിതാ മെസ്സ് എന്ന് പറയുമ്പോൾ ഈ വനിതകൾ നടത്തുന്ന ഒരു മെസ്സിൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഫുഡ് നല്ല സൂപ്പർ ആയിരിക്കും. കാരണം അവർ അത്ര ഈ ലാഭം ഉണ്ടാക്കുന്ന ആ ഒരു മൈൻഡിലായിരിക്കില്ല. പലപ്പോഴും അവരെന്ത് ചെയ്യുക, ഫുഡ് നന്നായി കൊടുക്കുക എന്നുള്ളൊരു സെറ്റപ്പിലായിരിക്കും. അങ്ങനത്തെ ഒരു ഇതാണിത്. ക്വാണ്ടിറ്റി കണ്ടില്ലേ, നല്ല ക്വാണ്ടിറ്റിയാണ്. 2 റൈസാണ് മേടിച്ചത്. ഇത്ര ക്വാണ്ടിറ്റി. ഇത് ഫുള്ള് ഞങ്ങൾക്ക് തിന്നാൻ പറ്റുമെന്ന് തന്നെ അറിയില്ല. അതല്ല
നല്ല നല്ല പീസ് കിട്ടില്ല പീസാണ് ഗൈസ്. 2 പീസ് കിട്ടില്ല പീസ്. ഞാൻ എക്സ്ട്രാ ഒരു കോഴിമുട്ട മേടിച്ചേ. ബിരിയാണീൻ്റെ കൂടെ കോഴിമുട്ട അങ്ങനെ കുഴച്ച് തിന്നാൻ പ്രത്യേക രസമാണ്. പപ്പടം ഉണ്ടായി, ഞാൻ മിസ്സായി. അപ്പോൾ ആരെങ്കിലും താഴെ അരപ്പറ്റ കൂടെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പോയി ഇതൊന്ന് ട്രൈ ചെയ്യേണ്ടതാണ്. മസ്റ്റ് ട്രൈ ആണ്. ഓക്കെ, അപ്പോൾ ഇനി കഴിച്ചിട്ട് കാണാം. ബൈ. ഗായ്സ്, ബിരിയാണി ഫിനിഷ്. അടിച്ച് തീർത്ത്. നല്ല കിടില ബിരിയാണി ആയിരുന്നു. നല്ല പീസ് അടിച്ച് ഫുൾ ഫിറ്റ്. ഒരു കുപ്പി വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ. വാനും ശ്വാസം കിട്ടുന്നില്ല ഒന്നിന്. ഒരു കുപ്പി വെള്ളം എടുത്തിട്ടുണ്ടാകും. അപ്പോൾ കൈ കഴുകാലൊക്കെ അതിൽ നിന്ന് കഴിഞ്ഞു. പിന്നെ നമ്മൾ കൊണ്ടുവന്ന വേസ്റ്റുകളൊക്കെ ഞങ്ങൾ തന്നെ എടുത്തിട്ടുണ്ട്. എവിടെ നമ്മൾ ബിരിയാണി എല്ലാം ഉണ്ടെന്നേ അല്ലേ? അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന ബിരിയാണീൻ്റെ എന്താ പറയുക കവറുകളും പേപ്പറൊക്കെ നമ്മൾ തന്നെ എടുത്തിട്ടുണ്ട്. തിരിച്ച് കൊണ്ടുപോകാം, ഇവിടെ ഒന്നും ഇടാൻ പാടില്ല. നമ്മൾ വിട്ടാലോ? അപ്പം നമ്മൾ തിരിച്ചു പോവാണ്. അതിമനോഹരമായ ഒരു സ്ഥലം. ഇത് അവിടെ നമ്മളിരുന്ന് കഴിച്ച ആ ഭാഗത്ത്. ഇത് നമ്മൾ കൊണ്ടുവന്ന വേസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്ലാസ്റ്റിക് കവറും കാര്യങ്ങളൊക്കെ. അവന് തിരിച്ചു കയറാനാവോ? കയറാൻ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെ ബേബീസിന് വേണ്ടിയിട്ട് ഇനിയും 1 മാസം കാത്തിരിക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ തിരിച്ച് വണ്ടിയിലെത്തിയിരിക്കുന്നു. എന്താ പറഞ്ഞ അത്രയും കേട്ടുണ്ട്. ബിരിയാണി ഉള്ള ഊക്കിലൊരൊറ്റിറക്കിയതാ. കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് കേറേണ്ട ബുദ്ധിമുട്ട് ആലോചിച്ച്. അയ്യോ, പോവാന്നാല് ശരി. അപ്പം വീണ്ടും കാണുന്നവരെ ബൈ ബൈ.